തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർമാർക്കൊപ്പം ഡൽഹിയിൽ പോകാത്തതിൽ വിശദീകരണവുമായി ആർ ശ്രീലേഖ. വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ട്രെയിനിൽ പോകാഞ്ഞത്. അത് പാർട്ടിയുടെ അറിവോടെയാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചയാൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത്. അതുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് പറഞ്ഞതെന്നും ആർ ശ്രീലേഖ പറയുന്നു. അജ്മൽ ദിറാറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അജ്മൽ, BJP ഏറെ പ്രധാനപ്പെട്ട ഒരു യോഗത്തിനാണ് ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികളെ അടക്കം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. അവിടെ നടക്കുന്ന ശില്പശാലകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കമായി പല കൂടിക്കാഴ്ചകളും നടക്കാനിരിക്കുകയാണ്. അതിൽ നിന്നാണ് ആർ ശ്രീലേഖ വിട്ടുനിൽക്കുന്നത്. എങ്ങനെയാണ് വിശദീകരണം? ഏറെ നാളായുള്ള ഒരു അകൽച്ച സംസ്ഥാന നേതൃത്വവുമായി ഉണ്ട് എന്നത് നിലനിൽക്കെയാണ് ഈ വിട്ടുനിൽക്കൽ. ഗോകുൽ, കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് വളരെ വലിയ പ്രചാരണ പരിപാടികളിലേക്കൊക്കെ BJP കടക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഡൽഹിയിൽ വെച്ച് ഒരു ശില്പശാല സംഘടിപ്പിക്കാൻ BJP തീരുമാനിച്ചത്. ശില്പശാലയിൽ പങ്കെടുപ്പിക്കാനായി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് കേരളത്തിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് BJP പ്രതിനിധികളായി ജയിച്ചു വന്ന ജനപ്രതിനിധികളെയാണ്. അവരെ ഡൽഹിയിലേക്കുള്ള യാത്ര ഇന്ന് തിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ യാത്രയിലാണ് ശാസ്തമംഗലം വാർഡ് കൗൺസിലിൽ നിന്നുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രതിനിധി ആർ ശ്രീലേഖ ഉൾപ്പെടാതിരുന്നത്. ആ സമയത്ത് തന്നെ അതിൻ്റെ പേരിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. ആ അഭ്യൂഹങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റുമായി ആർ ശ്രീലേഖ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് നമ്മൾ നോക്കിയാൽ വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ശ്രീലേഖ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് മാധ്യമങ്ങളാണ് ഈ വിവാദങ്ങളുടെ മുഴുവൻ കാരണക്കാരെന്ന് പറയുന്നുണ്ട്. താൻ പറയാനുള്ളതെല്ലാം അതുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നതെന്നും മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന പക്ഷം അവരത് വിവാദമാക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. താൻ പോകാതിരുന്നതിൻ്റെ കാരണം ചില വ്യക്തിപരമായ തടസ്സങ്ങളാണ്. അതിലൊന്നെന്ന് പറയുന്നത് തൻ്റെ പ്രായമായ അമ്മ ഉണ്ട്. അമ്മയ്ക്ക് സേവനം നൽകിയിരുന്ന ആളിപ്പോൾ കൂടെ ഇല്ല. അതുകൊണ്ട് അമ്മയ്ക്ക് സേവനം നൽകാൻ താൻ തന്നെ കൂടെ വേണമെന്നും 90 വയസ്സ് കഴിഞ്ഞ പ്രായാധിക്യം ചെന്ന അമ്മയെ 5 ദിവസം മാറ്റി നിർത്തി ഒരു യാത്ര പോവുക എന്ന് പറയുന്നത് പ്രായോഗികമല്ലെന്ന് കൂടി ചൂണ്ടിക്കാണിക്കുന്നു. രണ്ടാമതായിട്ട് പറയുന്നത് ഈ ഘട്ടത്തിൽ ഇപ്പോൾ തനിക്കും പ്രായമായിട്ടുണ്ട്, തനിക്കും ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനുള്ളൊരു തടസ്സം കൂടി, അതിനൊരു ബുദ്ധിമുട്ട് കൂടി, ശാരീരിക ബുദ്ധിമുട്ട് കൂടി അവർ ചൂണ്ടിക്കാട്ടുന്നു. ആ സാഹചര്യത്തിൽ BJPയുടെ നേതൃത്വം തന്നെ ഇടപെടുകയും തനിക്ക് വേണ്ട ഫ്ലൈറ്റ് ടിക്കറ്റ് ഏർപ്പെടുത്തി തരാമെന്ന് പറയുകയും എന്നാൽ ആ വിമാന ടിക്കറ്റ് താൻ നിഷേധിക്കുകയുമാണ് ചെയ്തത്. കാരണമെന്ന് പറഞ്ഞാൽ ചെലവ് വർദ്ധിപ്പിക്കുക, വെറുതെ പണം ചിലവഴിക്കുക എന്നതിനോട് താൻ ഒരു വലിയ തോതിൽ വിയോജിക്കുന്ന ഒരു വ്യക്തിയാണെന്നും അതുകൊണ്ടാണ് താൻ തൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് പോലും തൻ്റെ വാർഡിലെമ്പാടും തൻ്റെ പോസ്റ്ററുകൾ കണ്ടില്ല എന്ന പരാതിയുമായി BJP അംഗങ്ങളടക്കം നാട്ടുകാർ പലരും വന്നപ്പോഴും താൻ അതിനെയൊക്കെ സമീപിച്ചത് ആ വിധത്തിലാണ്. ചിലവ് കുറയ്ക്കുക എന്ന തീരുമാനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത്തരത്തിൽ ചിലവ് കുറയ്ക്കുന്നതിനും തൻ്റെ വ്യക്തിപരമായ പല തടസ്സങ്ങളും മുന്നിൽ കണ്ടതുകൊണ്ടാണ് ഈ ഒരു യാത്ര ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒഴിവാക്കിയതെന്ന് ശ്രീലേഖ പറയുന്നു. അതുപോലെ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന നയം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമ്പോൾ നിയമമായിട്ടില്ലെങ്കിൽ പോലും അതിനെ താത്വികമായി അംഗീകരിച്ചൊരു വ്യക്തി എന്നുള്ള നിലയിൽ തനിക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ കൂടി മത്സരിക്കാനുള്ള താല്പര്യമില്ല. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 5 കൊല്ലം കഴിയുന്നതിന് മുമ്പേ മറ്റൊരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവുക എന്ന് പറയുന്നത് തൻ്റെ ആ നയത്തോട്, തൻ്റെ വ്യക്തിപരമായ തീരുമാനത്തോടുള്ള പ്രതികരണം ഫേസ്ബുക്കിലൂടെ വന്നിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്ക് കൂടി പോകാം. ഡൽഹിയിൽ പോകുമ്പോൾ നല്ല ചിലവാണ് പാർട്ടിക്ക്. ഞാൻ കാരണം അത്രയും ചിലവ് ഉണ്ടാകണ്ട എന്നുള്ള ഒരു ധാരണയിലാണ്. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് കുറേ ബുദ്ധിമുട്ടുമുണ്ട്. അമ്മയ്ക്ക് 94 വയസ്സായി, വീട്ടിലുണ്ട്. 5 ദിവസം മാറി നിൽക്കാൻ പറ്റില്ല. വീട്ടിൽ ഇപ്പോൾ സെർവൻ്റ് ഇല്ല, ലീവിലാണ്. കുക്കിംഗ് ഏറ്റെടുക്കണം, അമ്മയുടെ പരിപാലനം ഏറ്റെടുക്കണം, വീടിൻ്റെ വൃത്തി വെടുപ്പ് ഏറ്റെടുക്കണം, സാധനം വാങ്ങാൻ പോകണം. അതോടൊപ്പം എൻ്റെ കൗൺസിലർ ജോലിയും ചെയ്യണം. അപ്പോൾ 5 ദിവസം മാറി നിൽക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതാണ് ശരിക്കുമുള്ള കാര്യം. അല്ലാതെ പ്രതിഷേധിച്ചോ ആരോടും അനിഷ്ടമുണ്ടായിട്ടോ അല്ലെങ്കിൽ എന്നെ അതാക്കിയില്ല ഇതാക്കിയില്ല എന്നൊക്കെയുള്ള എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞാണ് ആ ശ്രീലേഖ ഒഴിയുന്നത്. നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിനപ്പുറത്തേക്ക് പല ഓപ്ഷൻസ്, വിമാനമടക്കം ഓപ്ഷൻ വന്നെങ്കിലും അതിനെ മറികടക്കുന്നത് അല്ലെങ്കിൽ അതിനെ നിരസിക്കുന്നതിന് വ്യക്തിപരമായ കാരണങ്ങൾ പറയുമ്പോഴും ഒരു കാര്യം പറയുന്നു: അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താനില്ല എന്നത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിലൂടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.